ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് സ്ഥാപിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിലെ ഭൂമി തന്നെയാണ്. എയിംസ് സ്ഥാപിക്കുന്നതിന് 100 മുതൽ 200 ഏക്കർ വരെ ഭൂമിയാണ് വേണ്ടത്. ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ 155 ഏക്കർ ഭൂമിയുണ്ടായിരുന്നത് പിന്നീട് അളവിൽ 134.84 ഏക്കർ ഭൂമിയാകുകയും ഇതിൽ നിന്ന് 50 ഏക്കർ ഭൂമി ITBPക്ക് നൽകിയതിൽ അവശേഷിക്കുന്നത് 84.84 ഏക്കർ ഭൂമിയാണ്. ഇതിന്റെ ചുറ്റുപാടുകളിൽ നിന്നും 60 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഉണ്ട്. റൈറ്റ് ടു വെൽഫെയർ കോമ്പൻസേഷൻ ആൻഡ് ലാൻഡ് അക്വസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2013 അനുസരിച്ച് ഇന്ത്യയിൽ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കുവാൻ സാധിക്കും. എയിംസ് പോലെയുള്ള ഒരു വലിയ ആരോഗ്യ സ്ഥാപനം സ്ഥാപിക്കുന്നത് പൊതു ആവശ്യമാണ്. അത്തരത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമി ഉൾപ്പെടെ 150ഓളം ഏക്കർ ഭൂമി എയിംസിന് വേണ്ടി നൂറനാട്ട് ലഭ്യമാക്കുവാൻ കഴിയും. ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡയോട് ആഞ്ഞ് അടിച്ച് പറഞ്ഞതാണ് കേരളത്തിന് ഇതൊരെണ്ണം വേണം, പറഞ്ഞ് നിശ്ചയമായിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടം ചോദ്യോത്തരവേളയിൽ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കേരളത്തിന് വരും, ഞാനാണ് ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നഡ്ഡയോടും അത് തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാന സ്ഥലമായ പാതിരപ്പള്ളിയിൽ പൂട്ടിക്കിടക്കുന്ന എക്സൽ ഗ്ലാസസ് ലിമിറ്റഡിന്റെ വിസ്തൃതി ഏകദേശം 18 ഏക്കർ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നൂറനാട് ലെപ്രസി സാനിറ്റോറിയം ഭൂമി തന്നെ. ആലപ്പുഴ ജില്ലയെ കൂടാതെ കോട്ടയം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്നും പെട്ടെന്ന് എത്തിച്ചേരുവാൻ കഴിയുന്ന സ്ഥലമാണ് നൂറനാട്. കൂടാതെ തമിഴ്നാടിന്റെ തെക്കൻ പ്രദേശങ്ങൾക്കും ഏറെ ഗുണം ചെയ്യും. NH66, NH183, NH183A, MC റോഡ് എന്നിവയെ നൂറനാട് പ്രദേശത്തേക്ക് സ്റ്റേറ്റ് ഹൈവേ 5 വഴി നേരിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ വിവിധ ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും നൂറനാട്ടേക്ക് എത്തിച്ചേരുവാനുള്ള സൗകര്യം ഏറെയാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, പുനലൂർ, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനുകൾ, പത്തനംതിട്ട ജില്ലയിലെ ഏക സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന സ്ഥലമാണ് നൂറനാട്. കായംകുളം പുനലൂർ റോഡ് 4 വരി ദേശീയപാത ആക്കുവാനുള്ള പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ആദ്യഘട്ട സർവേയും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങൾ കൊണ്ടും എയിംസിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ നൂറനാട് തന്നെ. എയിംസ് എന്നത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയം ഭരണാധികാരമുള്ള സർക്കാർ പബ്ലിക് മെഡിക്കൽ കോളേജുകളുടെ ഒരു കൂട്ടമാണ്. പാർലമെന്റ് നിയമം വഴി ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നിലവിൽ രാജ്യത്ത് 20 എയിംസ് പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ദക്ഷിണേന്ത്യയിൽ 3 എണ്ണം മാത്രമാണ് നിലവിലുള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നൽകുന്ന രാജ്യത്തെ മികച്ച സർക്കാർ സ്ഥാപനമായ എയിംസിൽ സാധാരണക്കാർക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ സൗജന്യമായി എല്ലാത്തരം സങ്കീർണമായ ശസ്ത്രക്രിയകളും ചികിത്സകളും ലഭിക്കും. അത്യാധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് രോഗനിർണയവും ചികിത്സയും ഇവിടെ ലഭ്യമാകും. MBBS, PG, സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ ഉൾപ്പെടെയുള്ള മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് അവസരം ഒരുക്കുകയും ചെയ്യും. ഇത് സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയോജനമായിരിക്കും. മെഡിക്കൽ ഗവേഷണത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥാപനമായതിനാൽ പ്രാദേശികമായ രോഗങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും കുറിച്ച് പഠിക്കുവാനും പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുവാനും സഹായിക്കും. എയിംസിന്റെ വരവോടെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുടെയും മെഡിക്കൽ കോളേജുകളുടെയും നിലവാരം ഉയർത്തുവാനും പ്രേരണയാകും. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ഭരണപരമായ ഉദ്യോഗസ്ഥർ, മറ്റു സഹായ തൊഴിലാളികൾ എന്നിവർക്ക് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. സമീപ പ്രദേശങ്ങളിൽ വിവിധ അനുബന്ധ സ്ഥാപനങ്ങൾ വരുന്നതോടെ പ്രാദേശികമായ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകും. ചുരുക്കത്തിൽ എയിംസ് ഒരു ആശുപത്രി എന്നതിലുപരി ആരോഗ്യം, വിദ്യാഭ്യാസം, ഗവേഷണം, സാമ്പത്തിക വികസനം എന്നീ മേഖലകളിൽ ഒരുപോലെ പുരോഗതി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. ആലപ്പുഴ ജില്ലയിൽ എയിംസ് വരികയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം നൂറനാട് തന്നെ.